അത് ശരിയായിരിക്കാം. അത് അന്ന് ജവഹർലാൽ നെഹ്റു, ബി.ആർ. അംബേദ്കർ പോലെയുള്ള ആളുകൾ അങ്ങനെ തീരുമാനമെടുത്താൽ ഇപ്പൊ അത് മാറ്റേണ്ട സാഹചര്യം എന്താണ്? മഞ്ജുഷേ, ഈ ഷാക്കിറോ അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ് ഈ കോലെ കുത്തിച്ചാടുന്ന ഒരൊറ്റ ഒരുത്തനും ഈ സാധനം എന്താണെന്ന് അറിയില്ല. ചക്കനാണോ കുക്കാണോ എന്ന് ഇവന്മാർക്ക് അറിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പം ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയാവോ? തൊംഹി ദുർഗാ ദശപ്രഹരണ കാരിണി കമലദള വിധായിനി വാണി വിദ്യാദായിനി. ഇതാണ് അവരുടെ പ്രശ്നം. ആ പണ്ഡിതനോടൊരു വർത്താനം ഇവർക്കറിയില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വിവരമുണ്ടോ വിവരമില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല, അറിയാത്ത പ്രശ്നമല്ല. അമ്മേ വന്ദനം എന്ന് തുടങ്ങുന്ന, അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് അറിയാത്ത പ്രശ്നമല്ല. അതിവിടെ ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും, കാരണമാക്കും. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. എനിക്ക് അല്ല മഞ്ജുഷേ, ഒരു മിനിറ്റ് അദ്ദേഹത്തോട് പറയുന്നത്. ആദ്യത്തെ 2 വരിയും 4 വരിയും എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. ശ്രീ സാബുപ്രസാദേ, അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് വിവരമുണ്ടോ ഇല്ല ഞാൻ പറയാൻ പറ്റില്ല. എന്റെ വിവരം അദ്ദേഹം അളക്കാൻ വരണ്ട. ഒരു കാര്യം അദ്ദേഹം പറയുമ്പോ എന്നെ പരാമർശിക്കണ്ട. എനിക്ക് ആദ്യത്തെ 2 വരിയിൽ എന്താണെന്നും പിന്നീട് 4 വരി എന്താണ് പറയുന്നത് കൃത്യമായി ബോധ്യമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. അല്ല, എന്തായാലും താങ്കൾ ഈ 4 വരിയുടെ കാര്യം പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ഷാബു ആലോചിച്ചത്. അതിനകത്ത് എനിക്ക് അപരമത വിദ്വേഷം തോന്നുന്നില്ല കേട്ടോ. അപരമത വിദ്വേഷം എനിക്ക് തോന്നുന്നില്ല. ആഗ്രഹിക്കുന്നു ജനഗണമന അധിനായക ജയഹേ, ഭാരത ഭാഗ്യവിധാത, ഭാരതത്തിന്റെ ഭാഗ്യവിധാതാവായ ജനഗണങ്ങളുടെ അധിനായകനായ ദൈവത്തിനെയാണ് അതിൻ്റെ അകത്ത് സ്മരിക്കുന്നത്. ദൈവത്തിന് അതിനെക്കാട്ടിൽ വലിയ, ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വന്ദേമാതരത്തിനെക്കാട്ടിൽ വലിയ മതേതര വിരുദ്ധ ആണ് ജനഗണമന. ഇവർക്കറിയില്ല ഒരു സാധനം. പിന്നെ ഇവിടെ ഇരുന്ന് രാജ്യദ്രോഹികളായ BJP-ക്കാരെന്ന് പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലമായി തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ രാജ്യദ്രോഹികളെന്ന് ഇവർ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിനെ വെട്ടിപ്പിളർന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? 10 കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ ഈ മലപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ച ഇവറ്റകളെ എന്ത് പറയണം? എന്താണ് വിളിക്കേണ്ടത്? ഇവരെ രാജ്യദ്രോഹികളെന്നുള്ള വാക്കുകളൊന്നും പോരാ. ഇവരെ തനി തീവ്രവാദികളാണ്. മതവെറി തലയ്ക്ക് പിടിച്ച പേപ്പട്ടിക്കൂട്ടമാണ് ഇവന്മാര്. അതാണ് സത്യം. അതായത് ഇവിടെ അങ്ങോട്ട് കൊടുക്കി തിരിച്ചും കിട്ടും. ഷാക്കിറെ, എനിക്കറിയാം മുസ്ലിം ലീഗിലെ നല്ല മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ അല്ല മഞ്ജുഷ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തേണ്ടത്. ഇതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വാക്പയറ്റ് വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പയറ്റ് വേണ്ട. ശ്രീ ഷാബുപ്രസാദ്, നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ല, കേരളത്തിൽ വന്ദേ മാതരം നിർബന്ധമാക്കുവാൻ ലോക്ഭവൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും RSS അജണ്ട എന്ന് പറഞ്ഞ് UDF-ഉം LDF-ഉം തടയും. ഷാബു, ഇവിടുത്തെ ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ലോക്ഭവൻ എന്തായാലും കേന്ദ്ര നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് താങ്കൾക്ക് അവസരം നൽകിയതാണ്. ഷാബു, ഇവിടെ കേന്ദ്ര നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് സ്വാഭാവികമായിട്ടും ലോക്ഭവൻ ഇവിടെ ആവശ്യപ്പെടും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമാണ് എന്ന്. പക്ഷേ സ്വാഭാവികമാണ്, UDF അതിനെ എതിർക്കും, LDF അതിനെ എതിർക്കും. സർക്കാരെങ്ങാനും അവിടെ അവിചാരിതമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നതിന് കൂട്ടുനിന്നാൽ LDF UDF-നെയും എതിർക്കും. സർക്കാരിന്റെ മേൽ കുതിര കയറാൻ പ്രതിപക്ഷവും വരും ഇവിടെ. അപ്പോൾ ഒരു വെട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ഇതിന്റെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം മഞ്ജുഷേ? ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വന്ദേ മാതരം എന്ന 150 വർഷം പഴക്കമുള്ള, 1.5 നൂറ്റാണ്ട് വർഷം പഴക്കമുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആവേശകരമായ ആ ദേശീയ ഗീതം മുഴുവനായി പാടുന്നതിൽ കേരളത്തിന് എതിർപ്പ് എന്ന ആ ഒരു സന്ദേശം ഈ രാജ്യം മുഴുവനും പരക്കുമ്പോൾ, ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികളും കൂടെയാണ്. ഇതാണോ നിങ്ങളുടെ സംസ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ട്, ഇതാണ് സംസാരം. ഞാൻ മഞ്ജുഷനോട് വീണ്ടും പറയുകയാണ്, ഇവിടെ വീണ്ടും പറയുകയാണ്, മുസ്ലിം ലീഗിൽ നല്ല ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരുണ്ട്.
ഇവിടെ ഈ ചർച്ച കാണുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെയുള്ളവരെ ചർച്ചയ്ക്ക് വിടരുത് എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. എത്ര അന്തസ്സായിട്ട് വന്നിരുന്ന് അവരുടെ രാഷ്ട്രീയം പറയുകയും ശക്തമായി വിമർശിക്കുകയും വളരെ അന്തസ്സായി പോവുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് മുസ്ലിം ലീഗില് ഇവിടെ. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന. പക്ഷേ ഒരു ചർച്ച തുടങ്ങുന്ന നിമിഷം തന്നെ ഈ രീതിയിലുള്ള പ്രയോഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് എന്താ ഇതൊക്കെ മഞ്ജുഷേ? അതിന് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചപ്പോൾ മഞ്ജുഷ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല എന്നുള്ളത്. രാജ്യത്തിനെ പിളർന്നവരാണ് നിങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കന്ന് 47-ൽ ലാഹോറിലേക്ക് ട്രെയിൻ കിട്ടാതെ ഇവിടെ കുടുങ്ങിപ്പോയവരാണ് നിങ്ങൾ. ശരി അവസാനിപ്പിക്കൂ. ശരി സിബി, ഇവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അത് നിർബന്ധമായും നടപ്പിലാക്കണമെന്നില്ല. അതൊരു ഉത്തരവിന്റെ രൂപത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. കോൺഗ്രസിന്റെ നിലപാട് ദേശീയ തലത്തിൽ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ലല്ലോ അല്ലേ ഇപ്പോൾ? ലോക് ഭവൻ നിർദ്ദേശിച്ചാൽ പോലും അത് അനുസരിക്കാതിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.